വളരെ സന്തോഷമുണ്ട് കേട്ടോ. കുമാരനല്ലൂർ സ്കൂളിലെ നിങ്ങളോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ. എൻ്റെ പേര് സോക്രട്ടീസ്. സോക്രട്ടീസ് കെ വാലത്തുനിന്നാണ് എഴുതുമ്പോൾ കൊടുക്കുന്ന പേര്. താമസിക്കുന്നത് നോർത്ത് പറവൂരാണ്, കൊടുങ്ങല്ലൂരിനൊക്കെ അപ്പുറത്തായിട്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്ത് എൻ ബി സുരേഷ്, നിങ്ങളുടെ അധ്യാപകൻ, അദ്ദേഹമാണെങ്കിൽ ഒരു കാര്യം ആവശ്യപ്പെട്ടത്. എന്തായാലും അദ്ദേഹത്തോടും പ്രത്യേക നന്ദി, സന്തോഷം. ഈ ഒരു കാര്യവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങേണ്ടത് പി എൻ പണിക്കരിൽ നിന്നാണ്, അല്ലേ? കാരണം പി എൻ പണിക്കരെ കുറിച്ച് ഓർക്കാതെ നമുക്ക് വായനയെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ആ കാലത്ത് സൈക്കിള് യുഗം എന്ന് പറയാം. ആ കാലത്ത് തൻ്റെ സൈക്കിളിൻ്റെ പുറകിൽ പുസ്തകങ്ങൾ കെട്ടിവെച്ച് ഇടവഴികളും നാട്ടുവഴികളും ഒക്കെ താണ്ടി ഓരോ ആളുകളിലും കൊണ്ടുപോയി പുസ്തകം എത്തിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹം അന്ന് തുടങ്ങി വെച്ച ആ ഒരു ചെറിയ കാര്യം, പക്ഷേ അത് പിന്നീട് പിൽക്കാലത്ത് എഴുത്തുകാരെയും പ്രസാധകരെയും വായനക്കാരെയും ഒക്കെ ഒന്നിപ്പിക്കുന്ന ഒരു മഹാപ്രസ്ഥാനം ആയിട്ട് മാറി കേരള ഗ്രന്ഥശാല സംഘം. അത് ഇന്ന് സാഹിത്യത്തിന് നൽകുന്ന സംഭാവന വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഉള്ള ഒരു ആദരവ് കൂടി അർപ്പിച്ചുകൊണ്ട് വായനയെ സംബന്ധിച്ച് ഒരു ചെറിയ കാര്യം മാത്രം പറയുകയാണ്. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തനിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടുന്നു, വായിക്കാനൊരു പുസ്തകം കിട്ടുന്നു, കാണാൻ ഒരു ദൃശ്യമാധ്യമ സൃഷ്ടിയും കിട്ടുന്നു. അത് ടെലിഫിലിമാകാം, വീഡിയോ ഫിലിമാകാം, അല്ലെങ്കിൽ സിനിമയാകാം, എന്തുവാകാം. സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് നമ്മൾ അതിലേക്കായിരിക്കും, ദൃശ്യമാധ്യമത്തിലേക്കായിരിക്കും നമ്മുടെ മനസ്സ് പോകുന്നത്, അല്ലേ? കുഴപ്പമില്ല, നല്ല കാര്യമാണ്. പക്ഷേ അതിൻ്റെ പുറകിൽ സംഭവിക്കുന്ന ചെറിയ ഒരു അപകടമുണ്ട്. അപകടം എന്ന് പറയുന്നത് അത് മാത്രമാണ് നമ്മൾക്ക് വിലപ്പെട്ടതെങ്കിൽ പുസ്തകത്തെ നമ്മൾ സെക്കൻഡറി ഫാക്ടറായിട്ട് മാറ്റിയിട്ട് ഇതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ദൃശ്യമാധ്യമത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ആസ്വാദകനായി മാത്രം മാറിക്കൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഒരു ദൃശ്യമാധ്യമം സൃഷ്ടിക്കും ഒരിക്കലും ഒരു ക്രിയേറ്ററുടെ ആവശ്യമില്ല. നിങ്ങളിലെ ഒരു ക്രിയേറ്റർ ഉണർത്തേണ്ട കാര്യമല്ല, മറിച്ച് നിങ്ങളുടെ ആസ്വാദകനെ ഉണർത്തിയാൽ മതി. നിങ്ങളൊരു ആസ്വാദകനായിട്ട് മാത്രം ഇരിക്കുക, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഒന്നും അവിടെ നിങ്ങളുടെ ഭാവന തുറന്ന് വേറൊരു ലോകത്തേക്ക് നിങ്ങൾ പോകണമെന്നില്ല. മറിച്ച് ഒരു പുസ്തകത്തിന് അങ്ങനെയല്ല. ആ പുസ്തകത്തിലെ കഥാപാത്രത്തെ നിങ്ങൾ കാണുന്നതും ഞാൻ കാണുന്നതും അതിൻ്റെ സൃഷ്ടികർത്താവ് കാണുന്നതും പല രൂപത്തിലായിരിക്കും. അപ്പം നമ്മുടെ ഭാവനയ്ക്ക് ഒരുപാട് ജോലി ഒരു പുസ്തകത്തെ സംബന്ധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് കുറ്റവും ശിക്ഷയുമാണ്, ഡോസ്റ്റോവ്സ്കിയുടെ. ഞാൻ പോയിട്ടില്ല റഷ്യയിൽ. പുരാതന റഷ്യയെക്കുറിച്ച് ഉള്ള ധാരണകൾ തന്നെ വളരെ കുറച്ചാണ്. നമ്മൾ ചില സിനിമകളിലൊക്കെ അങ്ങിങ്ങ് കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള റഷ്യൻ ചിത്രമൊന്നും നമ്മുടെ ഉള്ളിലില്ല. പക്ഷേ നമ്മൾ ഡോസ്റ്റോവ്സ്കിയുടെ ആ ക്യാരക്ടർ റസ്കോൾനിക്കോവ്, അയാൾ ആ സ്ത്രീയെ കൊല്ലാൻ വേണ്ടിയിട്ട്, പലിശക്കാരിയായ വൃദ്ധയെ കൊല്ലാൻ വേണ്ടിയിട്ട് അയാൾ ആ കോണി കയറി പോകുമ്പോൾ ആ ചെറിയ കോണി, ആ ദുർബലമായിട്ടുള്ള ഏത് നിമിഷവും വീഴാൻ സാധ്യതയുള്ള ആ കെട്ടിടം, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആന്തരിക ലോകം, ഇതൊക്കെ നമ്മളിങ്ങനെ ഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മളൊരു കുറ്റവും ശിക്ഷയും സിനിമയ്ക്ക് മുമ്പിൽ നമുക്ക് ഈ ഭാവനയുടെ ആവശ്യമില്ല. എന്നാൽ നമുക്ക് വേണ്ടി ഇതെല്ലാം ഭാവന ചെയ്തിട്ടുണ്ട് ആര്? സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ. അതുപോലെ അതിൻ്റെ നടന്മാർ അത് ഉൾക്കൊണ്ടിട്ടാണ് അവർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്കവിടെ വേറെ ജോലിയില്ല. അപ്പം അതുകൊണ്ട് ഒരു കൂടുതൽ ഈസിയാണ് താരതമ്യേന നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആസ്വാദന പ്രക്രിയ വളരെ ഈസിയാണ്. സൃഷ്ടികർത്താവിൻ്റെ അവസ്ഥയിലേക്ക് നമുക്ക് ഒരിക്കലും പോകേണ്ട കാര്യമായിട്ട് ഇല്ല. ഒരു സൃഷ്ടി ഒരു പുസ്തകത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ആ നോവലിസ്റ്റും അത് എഴുതിയ ആളും വായനക്കാരനും തമ്മിൽ ലയിക്കുമ്പോഴാണ്. എഴുതിയാൽ സൃഷ്ടിച്ചൊരു ലോകവും വായനക്കാരൻ വായനയിലൂടെ അയാളുടെ ഭാവനയിലൂടെ അയാൾ കാണുന്ന ലോകവും തമ്മിൽ ഒന്നിക്കുമ്പോഴാണ് ആ സൃഷ്ടിക്കൊരു പൂർണ്ണത ഉണ്ടാകുന്നത്. ഇത് വായനയിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. മറ്റതങ്ങനെയല്ല, പൂർണ്ണമാക്കി പെർഫോംഡ് ആർട്ടാണ്. എല്ലാം കഴിഞ്ഞിരിക്കുന്നു. എഡിറ്റിംഗ്, മറ്റേ ശബ്ദവിന്യാസം, സംഗീതം, അഭിനയം എല്ലാം പെർഫോം ചെയ്ത് കഴിഞ്ഞ് പെർഫെക്റ്റ് ആക്കിയിട്ട് നമുക്ക് തരുന്ന നമ്മളത് ഭക്ഷിക്കുക. നമ്മൾ മലയാളികൾ സാധാരണ പച്ചക്കറി, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി, ആന്ധ്രയിൽ നിന്ന് വരുന്ന അരി, പഞ്ചാബിൽ നിന്ന് വരുന്ന ഗോതമ്പ്,
അഹമ്മദാബാദിൽ നിന്ന് ഉണ്ടാക്കുന്ന ഡ്രസ്സ് ഐറ്റംസ്, ഇതെല്ലാം നമ്മളിങ്ങനെ ധരിച്ചും ഭക്ഷിച്ചും ഒക്കെ ആഹരിച്ചും ഒക്കെ ജീവിക്കുകയല്ലേ. ആസ്വാദകർ അതിൻ്റെ ഉപഭോക്താക്കൾ മാത്രമാണല്ലോ, കൺസ്യൂമേഴ്സ് മാത്രമാണല്ലോ, സൃഷ്ടികർത്താക്കളല്ലല്ലോ. ഈ അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു ദൃശ്യമാധ്യമം. ഞാൻ കുറ്റം പറയുകയല്ല, ഒന്നിനെ തള്ളി പറയുകയല്ല. പക്ഷേ ഒരു മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തകൻ അയാളുടെ ജോലി വൃത്തിയായും ഭംഗിയായും ചെയ്യണമെങ്കിൽ അതിന് ഒരു വായനയുടെ പിൻബലം, ഒരു സാഹിത്യത്തിൻ്റെ പിൻബലം വേണം. കാരണം നമ്മളിപ്പോൾ കാർട്ടൂൺ ഇഷ്ടം പോലെ കാണുന്നുണ്ട്, നിങ്ങൾ ഇഷ്ടം പോലെ കാർട്ടൂൺസ് കാണുന്നവരാണ്. പക്ഷേ ഈ കാർട്ടൂൺസ് ഫിലിമിൽ പോലും ഒരു കഥയുണ്ട്, കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ പാത്ര സൃഷ്ടി, ക്യാരക്ടറൈസേഷൻ, കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുക, കഥ സൃഷ്ടിക്കുക, ഇങ്ങനെ ഒരു ലോകം സൃഷ്ടിച്ചെടുക്കുക, ഇതിൻ്റെയൊക്കെ പുറകിലൊരു ഭാവനയുണ്ട്. ആ ഭാവനയ്ക്ക് എന്താവശ്യമാണ്? വായന ആവശ്യമാണ്. കാരണം വായന ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭാവനയ്ക്കുള്ളൊരു വളമാണ്, അടിവളമാണ് വായന എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമ്മൾ സ്വാംശീകരിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ നിന്ന്. ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ ജീവിതം ഇപ്പോൾ അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും മാറിയിട്ടില്ല, നിങ്ങൾക്ക് വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഓരോരോ ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ ബന്ധങ്ങൾ ഉണ്ടാകുന്നു, ബന്ധങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഈ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾക്ക് മേലെ ഒന്ന് നടക്കുമ്പോഴാണ് ആ നടപ്പിൽ നിങ്ങളുടെ കാൽക്കരികൾക്കടിയിൽ നിന്നും കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നത്, കഥകൾ ഉണ്ടാകുന്നത്, സാഹിത്യം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്, അങ്ങനെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് നമ്മൾ ഒരു ദൃശ്യമാധ്യമ രംഗത്ത് മാത്രം, ഞാൻ അത് മാത്രമേ കാണുകയുള്ളൂ, ഞാൻ സിനിമകൾ മാത്രമേ കാണുള്ളൂ, ഞാൻ മറ്റേതൊന്നും വായിക്കില്ല, എനിക്കിതും മതി, ഇതുകൊണ്ട് മാത്രം മതി എന്ന് പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അസാമാന്യ പ്രതിഭാശാലിയായിരിക്കണം. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഒരു പുസ്തകം പോലും വായിക്കാതെ നമ്മളൊരു സിനിമ എഴുതി അല്ലെങ്കിൽ നമ്മളൊരു സിനിമ സംവിധാനം ചെയ്ത് സാധിക്കും. പക്ഷെ എങ്കിൽ പോലും നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്കൊരു വായനാ പിൻബലം ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജാണ്. സത്യം നന്നായിട്ട് വായിക്കുമായിരുന്നു നടൻ സത്യൻ. അതുകൊണ്ട് എന്താണ്, അദ്ദേഹത്തിന് കിട്ടിയ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ, അതായത് എഴുത്തുകാരൻ എഴുതി വെച്ചതും സംവിധായകനും അത് പറഞ്ഞു കൊടുത്തതും ഉദ്ദേശിക്കുന്നതുമായ ഇതിനപ്പുറത്തേക്ക് സ്വന്തമായ ഒരു ടച്ച് നൽകാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത് ആ കഥാപാത്രത്തെ അദ്ദേഹത്തിനൊരു ഉള്ളിലേക്ക് എടുക്കാൻ കഴിഞ്ഞുകൊണ്ടാണ്, ഉള്ളിലേക്ക് നൽകി വേറൊരു രൂപത്തിൽ അത് ഭാവന ചെയ്യാൻ കഴിഞ്ഞുകൊണ്ടാണ്. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുള്ളതും സഹായിച്ചിട്ടുള്ളതും വായന ഒന്നും മാത്രമായിരിക്കും. ഭരത് ഗോപി, PJ ആന്റണി, അങ്ങനെ മഹാരഥന്മാരായിട്ടുള്ള നടന്മാർ ആരെയാണെങ്കിലും എടുത്തു നോക്കൂ, ഇവരൊക്കെ നല്ല വായനക്കാരാണ്. മോഹൻലാൽ നല്ല വായനക്കാരനാണ്, മമ്മൂട്ടി നല്ല വായനക്കാരനാണ്. അപ്പോൾ വായിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയും പല ഗുണങ്ങളുണ്ട്. നിങ്ങൾ നാളെ നല്ലൊരു പ്രാസംഗികനാകും ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ നാളെ നല്ലൊരു നടനാകാം, ഡോക്ടറാകാം. പക്ഷെ എന്തോ ആയിക്കോട്ടെ, എന്തിലും ഒരു വായനയുടെ പിൻബലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭാവന ഉളവാക്കും. മാത്രമല്ല മറ്റൊരാളെ മനസ്സിലാക്കാനും അയാളെ ഉൾക്കൊള്ളാനും കൂടി സാധിക്കും. അതായത് മനുഷ്യത്വം നമ്മളിൽ നഷ്ടപ്പെടാതിരിക്കാൻ, നമ്മളിലൊക്കെ ഉണ്ട് മനുഷ്യത്വമൊക്കെ ഉണ്ട്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ആ മനുഷ്യത്വം നഷ്ടപ്പെടാതിരിക്കാനും കൂടി വായന പ്രയോജനപ്പെടും. ഇത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഇതത്ര വലിയ മഹത്തായ കാര്യമൊന്നുമല്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ അധ്യാപകർക്കറിയാവുന്ന കാര്യമാണ്, നിങ്ങളുടെ രക്ഷിതാക്കൾക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ സന്തോഷമുണ്ട്. ഇനിയും ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ സ്കൂളുമായിട്ട് നിങ്ങളുമായിട്ട് ഒക്കെ ബന്ധപ്പെടാൻ കഴിയണേ എന്നാണ് പ്രാർത്ഥന, ആഗ്രഹം. വളരെ സന്തോഷം.